ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 2 ചാമുകൾ ഉണ്ട്. അതിൽ നിന്ന് ഒന്ന് നിങ്ങൾ ഇൻറ്റ്യൂറ്റീവ്ലി സെലക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണ്? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് നൽകാനുള്ള യെസ് ഓർ നോ ഗൈഡൻസ്. നിങ്ങൾക്കൊരു യെസ് ഓർ നോ ഗൈഡൻസ് കിട്ടാൻ തന്നെ സമയം എടുക്കുന്നുണ്ടല്ലോ, വെറുതെ അല്ല. ക്ലിയർ ഒരു യെസ് അല്ലെങ്കിൽ ക്ലിയർ ഒരു നോ ഇല്ല ഇവിടെ. മേ ബി. ഓക്കെ, നടക്കാം, നടക്കാതിരിക്കാം. നിങ്ങളോട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ക്ലാരിറ്റി ലഭിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറയുന്നു. ശരിയായ സമയത്ത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി, ഓക്കെ, അത് വേണമോ വേണ്ടയോ, നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് നൽകാനുള്ള യെസ് ഓർ നോ ഗൈഡൻസ് എന്താണ്? ഇറ്റ്സ് എ യെസ്. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരും. നിങ്ങൾ ഒരു തരത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കൃത്യസമയത്ത് ഈ ഒരു കാര്യം എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് അത് നടന്നിരിക്കും, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.